ഹലോ ഗായ്സ്, നമ്മൾ അടുത്ത ട്രിപ്പിലേക്ക് പോകുന്നതാണ്. നമ്മൾ എവിടെയാ പോകുന്നത്? ഇങ്ങോട്ട് നോക്കിട്ട് ഇസ്താൻബുളിലേക്ക് നമ്മൾ പോവുകയാണ് ഗായ്സ്. അപ്പോൾ മുന്നോടിയായിട്ട് 2-3 ബിയർ അടിക്കാൻ പോകുന്നു. അനക്കുണ്ട്. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണല്ലോ. നമ്മള് എന്താ പറയുക, ജസ്റ്റ് ലോങ് വീക്കെൻഡാണ് നമുക്ക് ഇവിടെ UK. അപ്പോൾ നമ്മളൊരു 2 days പോകുന്നു വരുന്നു അങ്ങനെ പോയിട്ട് വരികയാണ്. ജിക്കു എക്സൈറ്റഡ് അല്ലേ? യെസ് ബ്രോ. ആ ഒരു ഡ്രസ്സപ്പിൽ എല്ലാവരും നമ്മളങ്ങനെ ടർക്കിയിലെത്തിയിരിക്കുകയാണ്. ടർക്കി മെക്ഡീന്ന് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് വെക്കുന്നു. നമ്മൾ അൽബേനിയൻ ടർക്കിഷ് ബെൻസ് ഫുഡൊക്കെ കഴിച്ച് എയർപോർട്ടിലേക്ക് വന്നു. നമ്മൾ ഇന്ന് ഇസ്താംബുൾ ഫസ്റ്റ് ഡേ ആണ്. നമ്മളിന്ന് കുറച്ച് സ്ട്രീറ്റ്സ്, കുറച്ച് മാർക്കറ്റ്സ് അങ്ങനെയൊക്കെ കാണാൻ പോവാണ്. ഞങ്ങളുടെ സ്റ്റേയിൽ നിന്നുള്ള വ്യൂ കാണണം. വലിയ വ്യൂ ഇല്ല. ഔട്ട്ഫിറ്റ് ചെക്ക്. സീൻ. ഞാൻ ചെറിയ ഔട്ട്ഫിറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം ഒരു കളർഫുൾ സ്ട്രീറ്റിലോട്ടാണ്. അവിടെ ഇങ്ങനെ കുറെ കളർഫുൾ വീടുകളുണ്ട്, പിന്നെ കളർഫുൾ എന്താ പറയാ, ഇങ്ങനെ അംബ്രല്ലാസ് തൂക്കിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. അങ്ങനത്തെ ഒരു കളർഫുൾ സ്ട്രീറ്റ് ആണ്. മൊത്തത്തിലൊരു കളറാണ്. കോർഡിനേഷനും സെലക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ട്രിപ്പും കമ്പാരിസൺ കാരണം അവനതൊന്നും ചെയ്യാൻ പോലും അറിയില്ല. അതുകൊണ്ടുള്ള ഒരു വിഷമം. നമ്മള് പിന്നെ എടുത്തു പറയുന്നില്ല. സ്ഥലങ്ങളൊന്നും പലതും മിസ് ചെയ്തു. മേജർ സ്ഥലങ്ങളൊക്കെ നമ്മളത് പോട്ടെ. പക്ഷെ പരിപാടി അടിപൊളിയായിരുന്നു പറഞ്ഞിട്ടുണ്ടോ? വളരെ റിസ്കിയാണ് ഫസ്റ്റ് തന്നെ അനക്ക് വീട്. ഇതാണ് ഓട്ടോമൻ എംപയർ. ഭാര്യ തന്നെ എത്തി. ഒരു കളർഫുൾ സ്ട്രീറ്റ് ആണ്. തണുപ്പ്. യാ എക്സാക്ട്ലി. ചെറിയ ബാംഗ്ലൂർ തണുപ്പ്. നല്ല തണുപ്പുണ്ടോ? അങ്ങോട്ടാണ് ഇങ്ങോട്ട് നമ്മൾ വന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ഫ്രീ ആയിട്ടല്ല, നമുക്കൊരു 10% ഓഫറിൽ. യെസ്, ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഗൈസ്, ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ഡ്രോൺ ഷോട്ട്സ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉള്ള പോലെ തന്നെ ഷുക്ഷാക്ക് പറയാം. മെനു വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഇവര് പ്രത്യേകം ടർക്കിഷ് കോഫി ഓർഡർ ചെയ്തത്. അത് കാണിച്ചു കൊടുത്തു. കുടിച്ചിട്ട് പറ്റുന്നില്ല. ഇത് എന്താ പറയാ, മിനിമിൻ അല്ലേ പറഞ്ഞേ? മിനിമിനാണ് നമ്മുടെ ഷക്ഷുക്ക് എന്ന് പറയില്ലേ, അതന്നെ വിത്ത് ബ്രെഡ്. അതന്നെയാന്ന് വിചാരിക്കും. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. ഇത് തന്നെയാ ഷക്ഷുക്ക് തന്നെ. എഗ് ആൻഡ് ടൊമാറ്റോ അല്ലാതെ പോയിട്ട് വിത്ത് ചീസ്. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളം വെറുതെ പൈസ കുഴപ്പമില്ല. 400 രൂപയ്ക്ക്. നമുക്കത് ബെറ്റർ ദാൻ ഔട്ട്സൈഡ്, ബെറ്റർ ഇൻ മൊറോക്കോ. ഇപ്പം നമ്മളെ ഫസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടാകും നമ്മൾ ബെറ്റർ പ്ലേസിൽ പോകും. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല, കുറച്ച് തണുപ്പ് കൂടുതലാണ്. ഞാനും എനിക്ക് മാത്രമേ ഇവിടെ സമ്മർ വെയർ എല്ലാവരും നല്ല വിന്റർ വെയർ ഇതൊക്കെ അല്ല, ലൈക്ക് നാട്ടുകാര് നമ്മള് നോക്കിയായിരുന്നു. പക്ഷെ അപ്പോഴും ഞാനൊരു 10-11 പ്രതീക്ഷിച്ചായിരുന്നു. നോക്കിയപ്പോഴും ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് രാത്രി കാണിച്ചോണ്ട് ഞാൻ വിചാരിച്ചു പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ കാറ്റ് ഭയങ്കര തണുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മള് ഊബറിന് വെയിറ്റ് ചെയ്യുന്നല്ലേ? അതെ, ഊബർ വർക്ക് ചെയ്യും ഇവിടെ. യെല്ലോ ടാക്സിന്ന് കാണിക്കുന്ന എത്തിയിട്ട് ബാക്കി പറയാം. പിന്നെ ആപ്പിൾ പേ ഇവിടെ ഒട്ടും വർക്ക് ചെയ്യില്ല. അതെല്ലാരും സൂക്ഷിക്കുക.
എടി നിന്റെ എന്റെ ആപ്പിൾ പേ ആയിട്ടാണോ മാത്രമാണോ വർക്ക് ചെയ്യാൻ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം എവിടെ നിന്റെ ഊബറിൽ എന്താ അവസ്ഥ? ഊബറിലും ആപ്പിൾ പേ വർക്ക് ചെയ്തില്ല. ഞാൻ പോയി എന്റെ ഫുഡ് എടുത്തു ഗൈസ്. നല്ലതാണ് ഫുഡ് മേടിക്കാം, ജാക്കറ്റ് മേടിക്കാം. ഗൈസ് നല്ല തണുപ്പുണ്ട്. നമ്മൾ മാത്രമേ ജാക്കറ്റ് ഇല്ലാണ്ടുള്ളൂ. മിക്കവാറും ഇവിടുന്നൊരു ജാക്കറ്റ് വാങ്ങേണ്ടി വരും. ഇതൊരു അത്തർ ഷോപ്പ്. ഒരു സ്വീറ്റ് ട്രൈ ചെയ്യാൻ തന്നിട്ടുണ്ട്. നമുക്കൊരു പിസ്താഷ്യൂ ട്രൈ ചെയ്ത് നോക്കാം. വലത്ത് സെക്കൻഡ് റൈറ്റ് പിന്നെ ലെഫ്റ്റ്. നമ്മളെ ഇതേപോലെ കൊടകളുള്ള ഒരു സ്ഥലം കാണും. ആൾക്കാരൊക്കെ രാവിലെ തന്നെ ഷോപ്പ് തുറന്നുകൊണ്ട് പോയാണ്. ഗൈസ് കണ്ണാടി കട. വേല് വരുമ്പോൾ തണുപ്പ് പടയുന്നോണ്ട് പോവും. വേല് പോയി കഴിഞ്ഞാൽ തണുപ്പ് സീന. അല്ലേ ഇത് കാണുന്ന കണ്ണൂരുകാർക്ക് സംബന്ധിച്ച് നമ്മളെ കണ്ണൂർ മെയിൻ മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലം. ഒരു മുനീശ്വരൻ കോവിൽ ടൈപ്പ് ഓഫ് സ്മെല്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല ഈശ്വരൻ കോവിൽ മുനീശ്വരൻ കോവിൽ ടൈപ്പ് സംഭവം. പിന്നെ എല്ലാ സ്ഥലത്തും ചുവപ്പ് കൂടിയുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ കൂടുതലാന്ന് തോന്നുന്നു. അടുത്ത സാമ്പിൾ അഞ്ജന ട്രൈ ചെയ്യുന്ന ട്രൈ ചെയ്യുന്ന എങ്ങനെയുണ്ട്? കുടിച്ചോ? നല്ലുണ്ട്. കോഫി അല്ലേ? കോഫി ഇൻ ദ മോർണിംഗ്. Too many coffee. Do you know where is this balance? Guys, This is the thing. So either this way or the 4th Street. So you should go. കുഴപ്പമില്ല. ഒരു See? Here it's ഹേസൽനട്ടിന്റെ നല്ല ഉത്തരം. എനിക്ക് എന്താന്ന് പറയാനുള്ള? നമ്മള് കൊറേ നേരമായി ഒരു സ്ട്രീറ്റ് തപ്പിട്ട്. ഞാൻ പറയുന്നത് ഗൂഗിൾ മാപ്പ് അധികം ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ചോദിച്ചു പോവാ. അതെ ഗൈസ്, ഇതാണ് ആ മല. ഈ മല കയറിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ കിട്ടത്തെ ഇങ്ങനെ സ്ട്രീറ്റ്സ് കിട്ടും. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പോലെ വേറെ കുറേ നല്ല തിരക്കുണ്ട് ഇവിടെ. ഗൈസ് എന്താണ്? നല്ലൊരു കളർഫുൾ സ്ട്രീറ്റ് ആണ്. തിരക്കാണ് ഇവിടെ. അതുകൊണ്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് അടുത്ത സ്ഥലം പോകാം. ടൊയോട്ട 4-wheeler വണ്ടി. അത് നല്ലോണം സ്ഥലത്തിന്റെ പേരുന്നൊക്കെ അങ്ങനെ പറഞ്ഞതിന് ഉലുവാന്നല്ലേ? ഫെനൽ ക്രീക്ക്. അല്ല അവള് ഗേറ്റ് അവിടെ ഗേറ്റ് കുരിശൊക്കെ ഉണ്ടല്ലോ. ഒരു ഗ്രീൻ സാധനം കാണിച്ചില്ല. ഓ സീൻ ഫോട്ടോ നേരത്തെ കണ്ട വലിയ ബിൽഡിംഗ് ആണ്. അവരങ്ങ് മേലെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു യൂറോപ്യൻ ടച്ച് കൂടുതലായതുകൊണ്ട് ഒരു ചർച്ചും കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ സംഭവങ്ങളാണ് അവിടെ. ഈ സ്ഥലത്ത് ഏറ്റവും ഫേമസ് ആയൊരു സാധനമുണ്ട്. അത് കാണാനാണ് ഗൈസ് നമ്മൾ പോകുന്നത്. എന്നൊക്കെ നമ്മൾ എന്താണ് എടുത്തിട്ട്
അതെന്ന് പറയുന്നത് ഒരു കഫേ ആണ്, പക്ഷെ ഭയങ്കര കളർഫുൾ ആണ്. കുറെ അംബ്രലാസ് ഉണ്ട്. യെസ്, അതാണ് നമ്മൾ പോകുന്ന സ്ഥലം. ഇവിടുന്ന് ഫസ്റ്റ് റൈറ്റ് പോകുന്ന സ്ഥലമാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. ഉദ്ദേശിക്കുന്ന സ്ഥലമല്ല, ഞാൻ തന്നെയാണ് നോക്കിയത്. ചെറിയ അളം മ്യൂസിക് ഒക്കെ കേൾക്കുന്നുണ്ട്. ബാഗ്സ് ലൂയി വിറ്റോൺ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഗൈസ്. അവിടെ ഒരു ദൂരെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതൊരു യൂറോപ്യൻ വാൾ ഓഫ് കുറേ സിനിമകൾ, ടർക്കിഷ് മൂവീസാന്ന് തോന്നുന്നു. ഇതിനകത്തുള്ള ഓരോ ആൾക്കാരും കാര്യങ്ങളും. ആൻഡ് ഫൈനലി ഇതാണ് ആ ഒരു കളർഫുൾ കഫേയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഉണ്ടല്ലേ, ഒരു ലൈറ്റ് ഇന്ത്യൻ ടച്ചുള്ള മൂവീസാണെന്ന് തോന്നുന്നു കാണുന്നതൊക്കെ. സ്റ്റോണിലെല്ലാം നമ്മുടെ നാട്ടിലുള്ള പോലെ ആർട്ട്സ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. കൊന്നൊരു ലവേഴ്സ് സ്പോട്ടാണെന്ന്, അതുപോലെ തന്നെ കുറേ റൊമാൻറ്റിക് മൂവീസൊക്കെയാണ് ഇവിടെ പോസ്റ്ററാക്കി വെച്ചിട്ടുള്ളത്. ആ കഫേ പറഞ്ഞോ, ആ കഫേ ആയിരുന്നു നമ്മൾ പറഞ്ഞ ഈ അംബ്രല കളർഫുൾ അംബ്രലാസുള്ള കഫേ. അവിടെ അങ്ങനെ കുറച്ച് പേരെ കയറ്റുന്നുള്ളൂ. അവിടെ അങ്ങനെ കുറച്ച് കുട്ടി കുട്ടി കടകളും ഉണ്ട് എന്തെങ്കിലും കഴിക്കാൻ. അവിടെ കയറി കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റും, കയറി കഴിഞ്ഞാലേ കാണാൻ പറ്റും. ജിഗ്ഗു സാറുണ്ട്, പൂച്ച സാറുണ്ട്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ മെയിൻ സ്പോട്ട്സ് ഒക്കെ കണ്ട്. ബാലത്തിലെ ഇതാണ് എൻഡ് ഓഫ് ദി ഡേ, എൻഡ് ഓഫ് ബാലറ്റ്. കോഫി റൂഫ് ടെറസ്, അങ്ങോട്ടേക്ക് ഇതുപോലെ കുറേ കഫേയാണ്. പിന്നെ ഒരു വിൻറ്റേജ് ഷോപ്പ്, പഴയ ടർക്കിഷ് വിൻറ്റേജ്. ഇവിടുത്തെ ഒരു കള്ളന്മാർ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. നമുക്ക് ഇവരൊരാളെ മേടിച്ചു. ഇവര് ഇവിടെ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതും ഈ ലോക്കൽ ചൈനീസ് സാധനങ്ങൾ നമുക്ക് എപ്പോഴും വാങ്ങിട്ടും. ഞാൻ അത്യാവശ്യം കുറേ സാധനങ്ങൾ ഇവർ വാങ്ങി, ഞാനൊന്നും വാങ്ങിയിട്ടില്ല ഗൈസ്. സുനീർ വാങ്ങണം ഗൈസ്. എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്തൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ബീഗിള് വേറെ സ്ഥലത്ത് ഞാൻ കാണിച്ചു തന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹനിധിയായ ജെയ്സന് മേടിച്ചതാണ്. അതാ, ജെയ്സന് വേണ്ടിയിട്ട് വാങ്ങിയതോ. നമ്മള് ഈ സ്ഥലത്ത് ഇത്ര സമയമായിട്ടും കറങ്ങി നടന്നിട്ട് ഒരു ബീഗിൾ പോലും കണ്ടിട്ടില്ല ഗൈസ്. എനിക്ക് അറിയില്ല പിന്നെ ഇവർ എവിടുന്ന ഇത് വാങ്ങി. അല്ല, പൂച്ചേനെ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വരും. കാരണം നമ്മള് പൂച്ചേനെ കുറെ കണ്ടിട്ടില്ല. അത് ബ്രെഡല്ലേ, ബ്രെഡിന്റെ കൂടെ ബേഗൽ ഉണ്ടായി. അത് എനക്ക് തന്നിട്ടില്ല കേട്ടോ ഗൈസ്, എനക്ക് അതൊന്നും തന്നില്ല. ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. നമ്മള് സ്പൈസ് ബസാർ എത്താനായി. ഏകദേശം ഒരു 1 കിലോമീറ്റർ. നോർമൽ പണ്ടേ ഉള്ള ഒരു ഷീറ്റ്സ്. അപ്പോൾ നമുക്ക് സ്ഥലങ്ങൾ കാണാം. എൻ്റെ കൂടെ ആ ദൂരത്ത് കാണുന്നതാണ് ബ്ലൂ മോസ്ക്. കാണുന്നത്
ബ്ലൂ മോസ്ക്. നമ്മളെ ഡ്രൈവർ അങ്കിൾ മുസ്തഫ ഒരു ഹായ് പോലെ. ഹായ്. വെരി ബിഗ് ഫിഷിംഗ് സ്പോട്ട്. എല്ലാവരും ഇരുന്ന് ഫിഷ് ചെയ്യുന്നതാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് മോസ്ക് കാണാൻ പറ്റും. ദാറ്റ്സ് ഫേമസ് സുലൈമാൻ മോസ്ക്. അങ്ങനെ നമ്മൾ എവിടെ പോന്നാം? സ്പൈസ് ബസാർ പോവാണ്. പിന്നെ നമുക്ക് കുറേ തിന്നണം. ഇവിടെ ഫുൾ സ്ട്രീറ്റ് ഫുഡ്സ് ആണ്. അതൊക്കെ എൻജോയ് ചെയ്യാം. നല്ല നാട്ടു നല്ല മീനിൻ്റെ മണമാണ് ഇവിടെ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. 1964 നിർമ്മിച്ച 1664 നിർമ്മിച്ച സ്പൈസ് ബസാറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പൈസസിന് നാട്ടിൽ നിന്ന് നമ്മളോടും ഒരുപാട് സാധനങ്ങൾ എന്നെല്ലാം പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് കുറെ സ്പൈസസ് ഉണ്ട്. അത് തന്നെ എല്ലാ കടയിലും സെയിം സ്പൈസസ് ആണ്. പിന്നെ കുറെ ഇങ്ങനെ സ്വീറ്റ്സ് ഉണ്ട്. ഒരു കൈൻഡ് ഓഫ് ചോക്ലേറ്റ്സ്. ചെറിയൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി കിലോ കണക്കിന് ചിക്കൻ നമ്മൾ കഴിക്കുന്നത് 200 എന്നാണ് തോന്നുന്നത്. കാണാം. ഈ ബീച്ച് ഈ കടലിൽ കണ്ടോ ഫുൾ ജെല്ലി ഫിഷ്. എന്ത് വലുതാ. നല്ല പൊല്യൂഷനാണ്. ഫുൾ സീഗൾസ് ആണ് കാണുന്നുണ്ടോ? ജെല്ലിനെ തിന്നാൻ വേണ്ടി സീഗൾസ് ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണ്. ശരി തണുപ്പുള്ളതുകൊണ്ട് എല്ലാവരും ഷോള് ഓടിക്കണം. ജെല്ലിനെ പിടിക്കണോ? കിട്ടിയില്ല അവര്. നഷ്ടം ജിക്കുവിന് പറ്റി. എന്റെ ഐഡിയയിൽ പോയായിരുന്നെങ്കിൽ നമ്മൾ ജയിച്ചാൻ. സ്ട്രീറ്റ് ചൂതാട്ടത്തിൽ നമ്മള് 400 കലാട്ട കുലേസിലേക്ക് പോവുകയാണ്. ഒരു വമ്പിച്ച സ്റ്റെപ്പാണ്. ഈ നാട്ടിലുള്ള അമ്മമ്മമാരൊക്കെ തലയിൽ ഗ്രീൻ ഇതും ഒരു മഞ്ഞ പാവാടിയും ബ്ലാക്ക് ഷർട്ടും അതിട്ടിട്ടാ നടക്കുക. ഇതിന്റെ പേരാണ് ഇസ്മിർ ബൂം. നല്ല സ്ക്യൂസ്ഡ്. എക്സൈറ്റഡ് ആണോ? നല്ല ദാഹമുണ്ട്. കാരണം കുറേ കയറ്റം കയറിയത് ഇനിയും കയറണം. ഇതാണ് ആ ഫേമസ് ഗലാട്ട ടവേഴ്സ്. ബിസിയാണ്, നല്ല തിരക്കുണ്ട്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫേമസ് സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാൻ വന്നേക്കാണ്. ബിഹൈൻഡ് ഗലാട്ട ടവേഴ്സ്. ഓർഡർ ചെയ്യും. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഫേമസ് സെന്റ് സെബാസ്റ്റ്യൻ്റെ അടുത്ത് ഹാപ്പി അങ്ങനെ ഗലാട്ട ടവറിന്റെ മുന്നിൽ തന്നെ ഇരുന്ന് നമ്മൾ ചീസ് കേക്ക് കഴിക്കാം. സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് എങ്ങനെയുണ്ട്? ഭയങ്കര ചോക്ലേറ്റ് ടേസ്റ്റ്.
ഇതാന്നോ പറയേണ്ടത് എനക്ക്? നല്ല അടിപൊളിയായിട്ട് ഞാൻ നാച്ചുറലായിട്ട് പറഞ്ഞതല്ലേ. നല്ല സ്വീറ്റാ, ചോക്ലേറ്റ് ടേസ്റ്റാണ് ഭയങ്കരമായിട്ട് ഞാൻ നിൽക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? ചോക്ലേറ്റ് നമുക്കിതൊന്നും ഇല്ല ഗൈസ്. ഇതിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കില്ല കഴിച്ചോ? സ്പൂൺ ഇരിക്കുന്നു. ഗൈസ് അങ്ങനെ നമ്മള് എന്തെല്ലാം അയച്ചേ? നമ്മൾ ചീസ് കേക്ക് കഴിച്ചു, ഫേമസ് ഹോട്ട് ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ് എക്സെട്ര എക്സെട്ര. പക്ഷെ അടിപൊളിയായിരുന്നു. ഹൈപ്പ് പറഞ്ഞതുപോലെ തന്നെ നല്ല കിഡ്ലൻ ചീസ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ടീ അടിപൊളിയായിരുന്നു. ടീയും അടിപൊളി. ബാക്കിയെല്ലാം ഒരു ഹോട്ട് ചോക്ലേറ്റ് നല്ല അടിപൊളിയായിരുന്നു. ഒരു ആവറേജ്. ആ കുഴപ്പമില്ല. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു. അടുത്ത സ്പോട്ട് എന്ന് പറയുമ്പോൾ ജിക്കു സാറാണ് നമ്മളെ കൊണ്ടുവന്നത്. നമ്മൾ തസ്കിം സ്ക്വയറിലേക്ക് പോവുകയാണ്. ജിക്കു സാർ നമ്മൾ കുറെ പോലീസുകാരായിട്ട് നമ്മൾ സംസാരിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി. ഇവിടെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ഫെമിനിസൈഡിനെതിരെ ടർക്കിയിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മെൻ കിൽ വുമൺ. അത് മനസ്സിലായില്ല. ബട്ട് എന്തോ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അഞ്ജനയും അനഘയും അതിനെതിരെ ശക്തമായി അതിലെനിക്കൊരു എതിർപ്പുണ്ട്. അത് ചേർന്നായിരുന്നു നിങ്ങൾ. അതാ ഓ അല്ലെങ്കിൽ നീ ഏത് പ്രൊട്ടസ്റ്റിൽ ചേർന്നേക്കണേ? ഇതാണ് ആ ഫേമസ് ടർക്കിഷ് ടസിംഗ് ട്രാം. ഗൈസ് ഇത് ടർക്കിയിലൊരു ഫേമസ് ചർച്ചാണ്. നമ്മളെ ചർച്ചിലേക്ക് പോവുകയാണ്. ചർച്ച് ചർച്ചിൽ പോയിട്ട് നമ്മള് ആഗ്രഹങ്ങൾ പറയാൻ പോവാ. ഊട്ടിയിലേക്ക് യാത്ര പോയ ഒരു ആന്റി നമ്മളെ കൂടെ പെട്ടെന്ന് തെറിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ഒരു മേദ്രി അധികം ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കുറച്ച് നേരം ഒരു ജ്യൂസ് കുടിച്ച് എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടീ ആൻഡ് ഐ ഹാവ് ഗോട്ട് വാട്ടർമെലൺ ജ്യൂസ്. നൈസായിരുന്നു. കുറച്ച് ചൂടൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇവിടുത്തെ സ്ട്രീറ്റ്സ് ഭയങ്കര തണുത്ത് തുടങ്ങി. ഇനിയൊരു നൈറ്റ് ലൈഫും കൂടി കാണണമെന്നുണ്ട് ഇസ്താംബൂളിൽ. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്. എന്തായാലും നൈറ്റ് ലൈഫ് ഉണ്ട്. അതാ ഭയങ്കര ലൈവ്ലി ആണെന്നാണ് തോന്നുന്നത്. സോ വിൽ വെയിറ്റ് ആൻഡ് സീ. എങ്ങനെയുണ്ട്? പക്ഷേ ഒരു പ്രശ്നം, ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മൾ ഇത്ര തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നമുക്ക് അതനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. നല്ല രസമുള്ള പോകുന്നതിനെക്കാട്ടിയും വേർത്ത് ഇറ്റ് ഇവിടെ വരുന്നത്. ആണോ ആണോ അല്ല കാണുന്ന ഇതില് അല്ല, ഇവിടെ നല്ല സിറ്റി വൈബും ഉണ്ട്. ഭയങ്കര എന്താ യൂറോപ്യൻ ടച്ച് ഇല്ല. ചില ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റി അത്ര അതുണ്ട്. നമ്മള് ഹോസ്പിറ്റാലിറ്റി അത്ര എല്ലാരും അല്ല, ചിലര് മേ ബി അവരുടെ ഒരു സ്വഭാവം ചില ഇവിടുത്തെ പെണ്ണുങ്ങളുണ്ട്. ആ സമയം ആ ഒരു ഏഷ്യൻ പെണ്ണ് അടിപൊളിയാണ്. നല്ല രസം. എന്തായാലും കൊള്ളാം. അവിടെ ചെക്കൻ നോക്കുന്നുണ്ട്. എന്നാ ശരി ഗൈസ്, ഇതാട്ടോ ഞങ്ങളുടെ ഒരു ഈവനിങ് സ്നാക്ക്. ഞങ്ങൾ ചിക്കൻ വിങ്സ് മാത്രമാണെന്ന് വിചാരിച്ചു. പക്ഷെ അതിൻ്റെ കൂടെ ബ്രെഡ്, റൈസ്, സാലഡ്,
ദെൻ റൊട്ടിയല്ല നാൻ, വെരി നൈസ്. കഴിച്ചിട്ട് ബാക്കി പറയാം. ഹായ് ഗൈസ്, നമ്മള് അങ്ങനെ ഡിന്നർ കഴിക്കാൻ റെഡിയായി. നമ്മളിവിടെ ഒരു നല്ല റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ്. നമ്മളിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് ടുഡേ സൈൻ ഓഫ് ചെയ്യാൻ പോവാണ്.